വിദ്യാസാഗർ ഗുരുമൂർത്തി, അത്രയും വലിയൊരു അപരാധമാണോ രാജ്ഭവൻ ചെയ്തത്, ഗവർണർ ചെയ്തത്? ഗവർണർ എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്ത് പരിപാടി നടത്തിയാലും ഭാരതാംബയുടെ ഛായാചിത്രം ഉണ്ടാവും, ഇതേ ഛായാചിത്രം, അത് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെ ഈ ഭാരതാംബ അവിടെ ഉള്ളിടത്തോളം അങ്ങോട്ട് പോകില്ല എന്നാണോ? എനിക്കറിയില്ല. ഈ വിവാദം ഉണ്ടാക്കുന്നത് ഈ സർക്കാരിന്റെ ഒരു വിനോദമാണ്. പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവർ ഭരിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് വിവാദത്തിൽ രമിക്കുകയും അഭിരമിക്കുകയും വിവാദത്തിലൂടെ കാലം കഴിക്കുകയുമാണ്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗമന സംവിധാനമോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യുന്നതിലുള്ള ശ്രദ്ധയല്ല ഇവർക്കുള്ളത്. ഓരോ ദിവസവും പുലരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ചിന്തിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാദം സൃഷ്ടിച്ചാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുമല്ലോ എന്ന് മാത്രമാണ്. സത്യത്തിൽ ഇത് എന്ത് തരം ഒരു ദുര്യോഗമാണ് മലയാളികൾക്ക് വന്നിരിക്കുന്നത്. യു ആർ ഗോയിങ് ടു സഫർ ദിസ് എനി മോർ. എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ഉണ്ടാകുമോ എന്ന് സംശയം വരികയാണ് ഈ ദുരന്തം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ നമ്മുടെ ജയചന്ദ്രൻ സാർ പറഞ്ഞതിൽ ഒരു രസകരമായ സംഗതി, RSSന്റെ കൊടി ഭാരതാംബ പിടിച്ചിരിക്കുന്നതാണ്. എനിക്കിത് വലിയ തമാശ തോന്നുന്നതാണ്. അതായത് ഇത് ജരിപതാക എന്ന് പറയുന്ന കാവിക്കൊടി, ഈ ഭഗവത് ധ്വജം, ഇതാരാണ് ആദ്യമായി ഈ രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ചിന്തിക്കണം. അത്യാവശ്യം വായനയ്ക്കുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. രവീന്ദ്രനാഥ് ടാഗോർ RSSകാരനല്ല, ഇവർക്കൊക്കെ വളരെ സ്വീകാര്യമാണ് പല കാര്യം കൊണ്ടും. അപ്പോ ചണ്ടാളിനിയുടെ ഒക്കെ കാര്യം കൊണ്ട് ഇവർക്ക് വളരെ സ്വീകാര്യനാണല്ലോ. രവീന്ദ്രനാഥ് ടാഗോർ പ്രതിനിധി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത പ്രതിനിധി എന്ന് അദ്ദേഹം പറഞ്ഞത് റെപ്രസെന്റേറ്റീവ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ട്രസ്റ്റി എന്ന അർത്ഥത്തിലാണ്. അതായത് ഒരു രാജ്യം രാജാവ് ഒരു ട്രസ്റ്റിയായി മാത്രമാണ് ഭരിക്കേണ്ടത്, രാജാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവല്ല രാജ്യം എന്ന വിനയം അല്ലെങ്കിൽ സമർപ്പണം കാണിക്കാനാണ് കാവി നിറം അവിടെ കൊടുത്തിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിനിധി എന്ന കവിതയിൽ ഛത്രപതി ശിവാജി മഹാരാജ് അദ്ദേഹത്തിന്റെ ഗുരു ഒരു ദിവസം വളരെ എന്തോ അൺഹാപ്പി ആയിട്ട് നടന്ന് ഭിക്ഷ എടുക്കുന്ന കണ്ടപ്പോ, രാജ്യം ജയിച്ചു, യുദ്ധം ജയിച്ച് ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ച ശേഷവും എന്റെ ഗുരു എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു നടന്ന് തെണ്ടുന്നത് എന്ന വിഷമത്തിൽ അദ്ദേഹം ഗുരുവിന്റെ ഒരു കത്ത് എഴുതി ഒരു ശിവായുടെ കയ്യിൽ കൊടുത്തയച്ചു. ഗുരു അത് വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത്, അങ്ങ് എന്തിനാണ് ഇത്ര ദുഃഖിച്ച് വീട് തോറും നടന്ന് ഭിക്ഷ എടുക്കുന്നത്? അങ്ങിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന എന്റെ ഗുരുവാണ്, അങ്ങക്ക് എന്ത് സൗകര്യങ്ങളും തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ ഗുരു രാംദാസ് പറഞ്ഞത്, ഛത്രപതി ശിവജി മഹാരാജ് എന്റെ കൂടെ തെണ്ടാൻ വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ വീട്ടിൽ ചെന്ന് ഗുരുവും ശിഷ്യനും, അതായത് ഛത്രപതി ആയിരിക്കുന്ന മഹാരാജാവ് തെണ്ടുമ്പോൾ ജനങ്ങൾക്ക് ഭീതി, എന്താണ് രാജാവ് തെണ്ടാൻ വരുന്നുള്ള പേടി. എല്ലാവരും വിറച്ച് ഭിക്ഷ കൊടുക്കാൻ തുടങ്ങി. സന്ധ്യയായപ്പോൾ അപ്പോഴും തന്റെ ഗുരു അസംതൃപ്തനാണെന്ന് കണ്ടപ്പോ പാദത്തിൽ നമസ്കരിച്ച് ചോദിച്ചു, ഞാൻ ഈ രാജ്യം മുഴുവൻ അങ്ങയുടെ പാദങ്ങൾ സമർപ്പിക്കുന്നു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ ഛത്രപതി ശിവാജി മഹാരാജിനോട് അദ്ദേഹത്തിന്റെ ഗുരുവായ രാംദാസ് മഹാരാജ് പറഞ്ഞു, നീ ഇനി ചെയ്യേണ്ടത്, നിന്റെ രാജ്യം, നീ വെട്ടിപ്പിടിച്ച രാജ്യം എന്ന് ചിന്തിക്കാതെ, ഇതൊന്നും നിന്റേതല്ല, എല്ലാം ആ ജഗദംബയുടേതാണ് എന്ന് കണ്ടിട്ട്, ഇതാ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ കാവി തുണി നിനക്ക് തരുന്നു. ഈ കാവി തുണി നിന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം, ഇത് നിന്റേതല്ല. രാഷ്ട്രായ സ്വാഹ ഇതം നമമ, രാഷ്ട്രത്തിൻ്റെതാണിതെല്ലാം, ഇതൊന്നും എന്റേതല്ല എന്ന് ചിന്തിക്കാൻ വേണ്ടി അഗ്നിയുടെ നിറമായ, വിരക്തിയുടെ നിറമായ, നോൺ അറ്റാച്ച്മെന്റിന്റെ നിറമായ, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പാവനമായ ഭാരതീയ സങ്കല്പങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന ഈ നിറം, അഗ്നിയുടെ നിറം. കാരണം ഋഗ്വേദത്തിൽ ആദ്യം സ്തുതിക്കപ്പെടുന്ന അഗ്നിയാണ്. അഗ്നി എന്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്? എല്ലാറ്റിനെയും വിമലീകരിക്കുന്ന ശക്തിയുള്ളതാണ് അഗ്നി. മാത്രമല്ല, എപ്പോഴും എത്ര താഴ്ത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും മുകളിലേക്ക് ഉയരുന്നതാണ് അഗ്നി. അങ്ങനെയുള്ള ഒരു ഹോപ്പിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ശക്തിയുടെ, നമ്മുടെ പ്രതിഷേധത്തിന്റെ, നമ്മുടെ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ പ്രതീകമായിട്ട് നീ ഇത് ഉപയോഗിക്കണം. ഇത് ഹിന്ദു സാമ്രാജ്യത്തിന്റെ കൊടിയായിരിക്കണം. ഈ രാഷ്ട്രം അറിയപ്പെടുന്നത് ഇതിന്റെ പേരിലായിരിക്കണം. കാരണം രാഷ്ട്രം എന്ന ശബ്ദം തന്നെ വരുന്നത് രാജ്ധാതുവിൽ നിന്നാണ്. സംസ്കൃതത്തിൽ രാജ്ധാതു കാണിക്കുന്നത് ശോഭിക്കുക, മറ്റുള്ളവരെ ശോഭിപ്പിക്കുക, സ്വയം പ്രകാശിക്കുക, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുക, അറിവിന്റെ പ്രതീകമാണ്, ത്യാഗത്തിന്റെ പ്രതീകമാണ്. അപ്പോ ഈ അഗ്നിജിഹ്വ, അഗ്നിയുടെ നാവ് പോലെ, അഗ്നി സപ്തജിഹ്വയാണ്, അഗ്നിയുടെ നാവ് പോലെ ഇരിക്കുന്ന രീതിയിൽ ഈ കൊടിയെ മുറിച്ചിട്ട്
അഗ്നിയെ കാണിക്കാൻ വേണ്ടി, ഗുരുക്കന്മാരെ കാണിക്കാൻ വേണ്ടി, ഋഷിമാരെ കാണിക്കാൻ വേണ്ടി, വേദത്തെയും വൈദിക ജ്ഞാനത്തെയും കാണിക്കാൻ വേണ്ടി, ത്യാഗത്തെ കാണിക്കാൻ വേണ്ടി ശിവാജി മഹാരാജ് ജറി പതാക ഉപയോഗിച്ചു. അതാണ് ഈ അതായത് ഭഗവത് ധ്വജത്തിന്റെ കഥ അതാണ്. അത് നിങ്ങൾക്ക് കൂടെ, അതായത് ജയചന്ദ്രൻ സാറിന് കൂടെ സ്വീകാരനായ, പ്രമോദിന് മന്ത്രിക്ക് കൂടി സ്വീകാരനായിട്ടുള്ള പിന്നെ ടാഗോർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു രാജാവ് തന്റേതല്ല ഈ രാജ്യം, ഇതെല്ലാം ജഗദംബയുടേതാണെന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത ത്യാഗമാണിത്. ഈ സംസ്കാരത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, ഒരു പ്രതിനിധി മാത്രമാണ് രാജാവ് എന്ന് കാണിക്കാനാണ്. അപ്പൊ അത് RSSകാരന്റെ കൊടി എന്ന് പറയുന്നതിലുള്ള ഒരു വിഷമം എന്താന്ന് വെച്ചാൽ, അവർ ചിന്തിക്കുന്നത്, CPM ചിന്തിക്കുന്നത്, RSSകാരൻ അവിടെ പിന്നെ രാജ്ഭവനിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്നു എന്നാണ്. RSSകാരൻ രാജ്യം മുഴുവൻ ഭരിക്കുകയാണെന്നുള്ള കാര്യം ഈ മന്ത്രി മറന്നുപോയി. RSSകാരൊക്കെ കേവലം തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഒരു കൊടി കൊണ്ട് നാട്ടിയോണ്ട് RSSന് പ്രത്യേകിച്ച് തൃപ്തി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് RSSന്റെ കൊടി എന്ന് പറയരുത്. ഇത് ഈ രാജ്യത്തിന്റെ മൊത്തം ത്യാഗത്തെ, ഇതിന്റെ വിഭവ സമ്പത്തിനെ, ഇതിന്റെ ജ്ഞാന സമ്പത്തിനെ എല്ലാം കാണിക്കുന്ന ഒന്നാണ്. ഈ ശിവാജി മഹാരാജൻ ആദ്യമായിട്ട് മുഗളന്മാർക്കെതിരെ പടനയിച്ച് രാജ്യത്തെ സ്വതന്ത്രമാക്കി രാജ്യത്തിന്റെ സാംസ്കാരികമായ ഔന്നത്യത്തിൽ എത്തിച്ച ഒരു മഹാരാജാവാണ് ഛത്രപതി ശിവാജി മഹാരാജ്. ആ ശിവാജി മഹാരാജ് തന്റെ ഗുരു നിർദ്ദേശിച്ചനുസരിച്ച് രാജ്യത്തിന്റെ കേവലം പ്രതിനിധിയായി ഭരിക്കാൻ തുടങ്ങിയ ത്യാഗപൂർണമായ ഭരണത്തിന്റെ സ്മരണയും കൂടിയാണത്. അത് ദുർഗ, അതായത് നമുക്കറിയാമല്ലോ, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചു, ദുർഗ, അവിടുന്ന് ദുർഗയാണ് ദശപ്രഹരണധാരിണി, കമലദളവിഹാരിണി. അമ്മയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ജഗദംബയെ പറ്റിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠത്തിൽ 1870 എഴുതിയതാണ്. 1882 ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ കൃതിയിൽ, മഹത്തായ ദേശസ്നേഹം ജ്വലിക്കുന്ന ആ കൃതിയിൽ ഉള്ള വന്ദേമാതരം എന്ന കൃതിയുടെ ഒടുവിൽ, കവിതയുടെ ഒടുവിലുള്ളതാണ്, നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. വന്ദേമാതരം ചൊല്ലുമ്പോൾ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ മന്ത്രിമാരുള്ള നാടാണിത്. ഓർക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ ചില മന്ത്രിമാർ. അനിൽജി ഓർക്കുന്നുണ്ടല്ലോ, കേൾക്കാമോ? ക്ലിയർ ആണ്. അതായത് വന്ദേമാതരം ചൊല്ലുമ്പോ നമ്മുടെ പാർലമെന്റിൽ ഇറങ്ങിപ്പോയവർ വരെയുണ്ട്. വെച്ചാൽ അത്രയധികം രാജ്യവിരോധമാണ്. എന്തുകൊണ്ടാണ് രാജ്യവിരോധം? ഇതിൽ ദുർഗ, അവിടെ നിന്ന് ദുർഗയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദുർഗ എന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് എങ്ങനെയാണ് ഞങ്ങൾ നമസ്കരിക്കുക? വന്ദേമാതരം എന്നാണല്ലോ, വന്ദിക്കുന്നു, അമ്മയെ ഞങ്ങൾ ഇതാ വന്ദിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നുള്ള ചോദ്യമാണ്. അപ്പോ വേദത്തിൽ അഹം രാഷ്ട്രീ സംഗമനീ വസൂനാം എന്ന വൈദിക മന്ത്രമുണ്ട്. ഞാൻ രാഷ്ട്രീയാണ്. ദേവി പറയുക, ഭഗവതി സാക്ഷാൽ ജഗദംബ, ഋഗ്വേദീയമായ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജ്ഞാനരാശിയാണ് വേദം. ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീ. ദേവി പറയുക, എന്താ കാരണം? ഞാൻ രാഷ്ട്രീയ എന്ന ശബ്ദം ഇന്നത്തെ കാലത്ത് രാജ്ഞി എന്ന് ഉപയോഗിക്കുന്നത്, ഞാൻ ഈ രാജ്യം ഈ ലോകം ഭരിക്കുന്നവളാണെന്നാണ്, ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവളാണെന്നാണ്. രാജ്യധാതുവിന്റെ അർത്ഥം ശോഭിക്കുക, പ്രശോഭിക്കുക. എന്തിൽ ശോഭിക്കുക? കഞ്ചാവിന്റെ ചുരുട്ടുപിടി വലിക്കുന്നവനല്ല. രാഷ്ട്രത്തിന്റെ ത്യാഗപൂർണമായ സ്മരണകളിൽ, രാഷ്ട്രത്തിന്റെ അതിസമ്പന്നമായ മൗദ്ധിക സ്വത്തിൽ, അല്ലെങ്കിൽ അതിസമ്പന്നമായ വൈദിക സമ്പത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ വിഭവ സമ്പത്തിൽ, അതിൽ അഭിരമിക്കുന്ന രാജ്യമാണിത്. അപ്പൊ ഈ കൊടി RSSനാണെന്ന് കരുതി എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ അമ്മയായി കാണാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ, ഇത് ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യം എന്ന രീതിയിൽ 1947 രൂപീകൃതമാവുന്നതിന് മുൻപും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു സങ്കല്പമാണ് രാഷ്ട്രം എന്ന സങ്കല്പം. വേദത്തിലുണ്ട് ആ സങ്കല്പം. അവിടെ രാഷ്ട്രം എന്ന് പറയുന്നത് സാംസ്കാരികമായി ഏകീകരിക്കപ്പെട്ട, സാംസ്കാരികമായ സമ്പത്തിൽ അഭിരമിക്കുന്ന, അറിവിൽ ആനന്ദിക്കുന്ന ഒരു സമൂഹത്തെയാണ്. അതിനെ കാണിക്കാൻ കാവ്യ പതാകകളും പോകുന്ന മറ്റൊരു പ്രതീകം ത്രിലോകങ്ങളിലും കിട്ടാനില്ല. അത് രാജ്ഭവനിൽ വെച്ചാൽ ഉടനെ അത് അസ്വീകാര്യമാവുകയും നിന്ദിക്കപ്പെടേണ്ടതാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പലസ്തീന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അറബികളെ പോലെ തലയിൽ വേഷം കെട്ടി നടക്കാൻ നാണമില്ല. നിങ്ങൾക്ക് ഇസ്ലാമിക ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് തെരുവിൽ നടമാടാൻ നാണമില്ല. നിങ്ങൾക്ക് രാജ്ഭവനിൽ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന ഛത്രപതി ശിവാജി മഹാരാജ് സ്വീകരിച്ച കാവ്യ പതാക കാണുമ്പോൾ ഹാലിളകുന്നുണ്ടെങ്കിൽ അത് ഹാലിളക്കമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഹാലിളക്കം എന്താ ഞാൻ പറയണ്ടല്ലോ. ആ ഹാലിളക്കത്തിന് മരുന്ന് ജനാധിപത്യപരം കൊടുക്കാൻ ഓരോ ഹിന്ദുവും, ഓരോ രാഷ്ട്രസ്നേഹിയും തയ്യാറാവേണ്ടതാണ്. വിദ്യാസാഗർ നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ. ശരി. ഏതായാലും ഇവിടെ ജയചന്ദ്രൻ സാർ വളരെ സൗമ്യനാണ്. ഞാൻ പറയുന്ന എന്റെ എതിർപ്പ് മുഴുവൻ ഈ CPIM എന്ന പാർട്ടിയോടാണ്. കാരണം ഇവര് എന്ത് വൃത്തികേട് കാണിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവർ യാതൊന്നും പറയാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
അൽ ജസീറ എന്ന് പറയുന്ന അറേബ്യൻ ഇസ്ലാമിസ്റ്റ് ചാനലിൽ പോലും 2023 ഇവിടെ കേരള ജനത, അതിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ, അവരുടെ പോഷക സംഘടനകളെല്ലാം തന്നെയും പലസ്തീൻ ഐക്യദാർഢ്യം നടത്തി വലിയ റാലി നടത്തി കേരളത്തിൽ. അത് അവിടെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന്, അതിൽ വളരെ രസകരമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെ പിണറായി വിജയന്റെ പ്രസംഗം അവർ എടുത്തു കൊടുത്തിരിക്കുകയാണ്. നവംബർ 11 പലസ്തീൻ PLO ലീഡർ യാസർ അറഫാത്തിന്റെ 19ാം ഡെത്ത് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞിട്ട് പിണറായി വിജയൻ പറയുകയാണ്, പിണറായി വിജയൻ unleashed a scathing attack on Israel and Indian Prime Minister Narendra Modi's support the country's far-right Zionist regime. അതായത് ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭരണത്തെ, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിയെ, അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വരെ സ്കേതിങ് അറ്റാക്ക് നടത്തി പിണറായി വിജയൻ അൽ ജസീറ എഴുതുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഈസ് ദ ബിഗസ്റ്റ് കൺസ്യൂമർ ഓഫ് വെപ്പൺസ് മാനുഫാക്ചർഡ് ഇൻ ഇസ്രായേൽ. ഇന്ത്യൻ ടാക്സ് പേയേഴ്സ് മണി ഷുഡ് നോട്ട് ബി ഗിവൺ ടു കിൽ ഇന്നസെന്റ് പലസ്തീനിയൻ ചിൽഡ്രൻ. പലസ്തീനിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇത് ഉപയോഗിക്കരുത്. ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് മാത്രമല്ലേ പിണറായി വിജയനും പാർട്ടിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ RSSനെ എതിർക്കുന്നത് മതരാഷ്ട്രവാദം കാരണമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതേ യുക്തി ഉപയോഗിച്ച് പലസ്തീനെ എതിർക്കുന്നില്ല? നിങ്ങൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾ ചെയ്യുന്നത് അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളായ ഹമാസിനോട് പോലും ഐക്യപ്പെടുകയാണ്. എന്നിട്ട് ഇവിടെ RSSന്റെ കൊടിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ എതിർക്കുകയാണ്. ഒന്ന്. രണ്ടാമത് ഞാൻ പെട്ടെന്ന് നിർത്താം. രണ്ടാമത്തത്, കഴിഞ്ഞ വർഷത്തെ ഇവരുടെ പാർട്ടി സമ്മേളനത്തിൽ ഇവരെല്ലാവരും പലസ്തീനിലെ യാസർ അറഫാത്തിനെ പോലെ അല്ലെങ്കിൽ മൗലിയാക്കന്മാരുടെ മാതിരി വേഷം കെട്ടി നിന്നപ്പോ ലജ്ജയില്ലാത്ത ഇവർക്ക് വിഷമം തോന്നിയില്ല. ഭാരതാംബയുടെ കയ്യിലെ ജനപത കണ്ടിട്ട് ചൊറി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവരെല്ലാം ഉള്ളിൽ ഇസ്ലാമിസ്റ്റ് ജിഹാദി അജണ്ടയുടെ ഭാഗങ്ങളാണെന്നാണ് കരുതിയിരിക്കേണ്ടത്. ജനങ്ങളാണ്. വോട്ട് ചെയ്യുമ്പോൾ ഓർക്കുകയും വേണം. ഇതൊക്കെ ജനങ്ങൾ കരുതിയിരിക്കുക.